എൻ്റെ ഒരു അനുഭവം വെച്ചെന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരു 80% ആൾക്കാരും ഓൺലൈൻ പർച്ചേസ് ചെയ്യത്തില്ല എന്നാണ്. കാരണം ചെയ്യുന്നവരുണ്ടായിരിക്കും, അത്ര ട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അല്ലാത്ത ആൾക്കാരെല്ലാവരും കടയിൽ പോയി എടുക്കുന്നവരാണ്. അത് റീസണബിൾ റേറ്റ് ആണ്, നല്ല സെലക്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവരും കടയിൽ. ഇപ്പം സത്യം പറഞ്ഞാൽ നമ്മളൊരു നാട്ടിലൊരു കട ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ അല്ലേ പോയി എടുക്കത്തുള്ളൂ. വിലക്കുറവാണെങ്കിൽ നമുക്ക് അവിടെ പോകാം. നമ്മളെന്തിനാ ഓൺലൈൻ നല്ല കളക്ഷനും കാര്യങ്ങളാണെങ്കിൽ. അപ്പോൾ എനിക്ക് ഓൺലൈൻ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റരുത്. കാരണം എനിക്ക് അബദ്ധം പറ്റിയെങ്കിലും, പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ വളരെ കുറച്ച് പൈസ 2000 രൂപയുടെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. ഈ പറയുന്നവർക്ക് ഞാനിങ്ങനെ അവരോട് കോൺടാക്ട് ചെയ്ത് എൻക്വയറി വരുവാണെങ്കിൽ മാത്രമേ ഞാനത് കൊടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള രീതിയിൽ തുടങ്ങിയത്. അല്ലാതെ ഒരു ബൾക്ക് ഓർഡർ എടുത്ത് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാടൊരു പൈസ എടുത്ത് വെച്ച് ഒരു കുറേ പ്രൊഡക്റ്റ് എടുത്ത് വെച്ചിട്ടല്ല ഞാനത് ചെയ്തത്. അപ്പോൾ എന്താ പറയുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ നാട്ടിൽ നാട്ടിൻപുറം ആയിക്കോട്ടെ സിറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചെറിയൊരു കട, ഒരുപാട് റീസണബിൾ പ്രൈസിന് കിട്ടുന്ന ഒരു കുഞ്ഞു കടമുറിയിൽ തുടങ്ങുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതൊരു നല്ല അട്രാക്റ്റീവ് ആകുന്ന രീതിയിൽ അവിടെ ഒരു കച്ചവടം തുടങ്ങുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം, നിങ്ങൾക്കും അങ്ങനെ ഒരു അഭിപ്രായമാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം ഒരു ഓൺലൈൻ ബിസിനസ് സ്ഥാപനം തുടങ്ങി 2 ദിവസത്തിനുള്ളിൽ പൂട്ടിപ്പോയ ഒരാളുടെ രോദനം എന്നല്ല, പക്ഷെ അത് ഞാനിതിപ്പോൾ 2 സാധനം തുടങ്ങിയപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത് ഇതാണ്. അല്ലെങ്കിൽ അത്ര നല്ല ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും അതിനകത്തൊക്കെ രക്ഷപ്പെടുന്നത്. നമ്മളെപ്പോലുള്ള സാധാരണ കുറച്ച് ആൾക്കാർ അതിനകത്ത് രക്ഷപ്പെടത്തില്ല എന്നാണ് എൻ്റെ ഒരു അവലോകനം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാട്ടുകൾ മാത്രമല്ല, ഇതുപോലത്തുള്ള ചിന്താവിഷയങ്ങളും എൻ്റെ തലയിലൊക്കെ കൊടുക്കും. വർത്താനം പറയാൻ നല്ല മിടുക്കായതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ താങ്ക് യു.